തന്നോട് പറഞ്ഞില്ലേ ഇനി ഫോട്ടോ എടുക്കരുത്. എന്തിനാ പെണ്ണേ എന്നെ ഇത്ര വലയ്ക്കുന്നേ? തേടി തേടി ഞാൻ മടുത്തല്ലോ. കൺമുന്നി കണ്ടിട്ടും എവിടെയാ ഓടി ഒളിക്കുന്നത്? നോർമലി ഈ കൊലുസ് ഈ നാട്ടിലെ ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്നായിരിക്കും വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ജ്വല്ലറിക്കാരന് ഇതിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിലോ? കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ട്. അയാളെത്തി ചെന്ന് കണിമംഗലത്ത് പറഞ്ഞാല് ആകെ പ്രശ്നമാവുമല്ലോ. എനിക്കിത് ആരോടും പറയാനും പറ്റില്ല. യശോദേ, യശോദേ, എടി യശോദേ. എന്താ അമ്മേ? എവിടെടി നിന്റെ പുന്നാര മോള്? ഇവിടെ ഉണ്ടോ? അവൾ അപ്പുറത്തിരിപ്പുണ്ടല്ലോ. മോളെ രാധികേ, രാധികേ. എന്താ അമ്മേ? അവള് വരട്ടെ. വഴിയിൽ വെച്ച് എന്താടി ഉണ്ടായത്? അത് നീ ഒരുത്തനെ തല്ലിയോ? എടി നിന്നോടാ ചോദിച്ചത്. ഒരു ചെറുപ്പക്കാരനെ നീ വഴിയിൽ വെച്ച് തല്ലിയോന്ന്. അത് അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചതുകൊണ്ടാണ് ഞാൻ. നീ ആരാടി? അവന് കയ്യെത്തുന്ന ദൂരത്തേക്ക് എന്തിനാ പോയത്? അമ്മേ എന്താ കാര്യം? ഏതോ ഒരുത്തന്റെ കൂടെ കൊഞ്ചിക്കൊഴയാൻ പോയി നിന്റെ മോള്. എന്നിട്ട് നാട്ടുകാരി കണ്ടുപിടിച്ചപ്പോ ഇവളെ അവൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി. നാട്ടുകാരെല്ലാരും കൂടി ആ ചെക്കനെ തല്ലി പരുവപ്പെടുത്തി. ഇനി അവൻ വെറുതെ ഇരിക്കോ? അവന്റെ ആളുകളെയും കൂട്ടി നേരെ ഇങ്ങോട്ടല്ലേ വരിക? ചോദിക്കുന്നത് ദേവനോടും നിന്നോടും എന്നോടും ആയിരിക്കില്ലേ? അമ്മ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. വഴിയിൽ വെച്ച് എന്നെ ഒരാൾ അനാവശ്യമായിട്ട് കയറി പിടിച്ച ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മിണ്ടരുത്. പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ നീ കേക്കില്ല. പുറത്ത് വിടരുതെന്ന് പറഞ്ഞാൽ ഇവള് കേക്കില്ല. കുടുംബം നശിപ്പിച്ച് നാറാണക്കല്ല് തോണ്ടിക്കളയാമെന്ന് നേർച്ച നേർന്നിരിക്കല്ലേ ഇവള്. അമ്മേ, കാര്യം എന്താണെന്ന് നമ്മള് പറഞ്ഞല്ലോ. അവളെ ഒരുത്തൻ കേറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തെറ്റാ. അതിനൊരു പെൺകുട്ടി പ്രതികരിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമല്ല. അതിന്റെ പേരില് ഇവളെ എന്ത് ചെയ്താലും വിമർശിക്കാന്ന് അമ്മ കരുതണ്ട. ഇവള് സത്യം പറയൂ, അതെനിക്കറിയാം. ഇതിന്റെ പേരിൽ ആര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും അവനോട് ഞാൻ മറുപടി പറഞ്ഞോളാം. യശോദേ, വല്ലാണ്ട് ന്യായീകരിക്കുമ്പോ ഒരു കാര്യം നീ ഓർത്തോ. നീ വിചാരിക്കുന്നത് പോലെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവള് നിന്നോട് പറയണമെന്നില്ല. ഈ ഒരു കാര്യം ഇവൾ എന്നോട് പറയാതിരുന്നത് പേടിച്ചിട്ടായിരിക്കും. അതിന്റെ പേരില് അമ്മ ഇവളെ തെറ്റൊന്നും പറയണ്ട. ഇന്നേ വരെ എന്നോട് പറയാത്ത ഒരു കാര്യവും എന്റെ മോളുടെ മനസ്സിലില്ല. അത്രയ്ക്ക് ഉറപ്പാണോ നിനക്ക്? അതെ. കഴിഞ്ഞ പിറന്നാളിന് ദേവൻ ഇവൾക്കൊരു വെള്ളിക്കുരിശ് വാങ്ങിച്ച് കല്ലിട്ട് കൊടുത്തില്ലേ? അതെവിടെയാണെന്ന് നിന്റെ മോളോട് ചോദിച്ചു നോക്ക്. അയ്യോ, ആ കൊലുസ് നിന്റെ കാലിലുണ്ടോടി? ഇല്ല. അതെവിടെ പോയി? അതിലൊരെണ്ണം കളഞ്ഞുപോയി മുത്തശ്ശി.
ഇത് കണ്ടോ യശോദേ? നിന്റെ മകൾ അത്രയ്ക്ക് ശുദ്ധയായിരുന്നെങ്കിലേ, എല്ലാം നിന്നോട് പറയുന്നവളായിരുന്നെങ്കിലേ ഇതും പറയണമായിരുന്നല്ലോ. അപ്പൊ മൂടി വെക്കാനും അറിയാം. അയ്യോ, നോടക്കി വെച്ച കോളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവള് ഇനി എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഓർക്കറിയാം. ഇന്ന് സന്ധ്യയാവുന്നതിന് മുമ്പ് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കളഞ്ഞത് എവിടെയാണെങ്കിലും അതുമായിട്ട് നീ തിരിച്ചു വന്നാ മതി. അല്ലെങ്കിൽ നിന്നെ ഈ കുടുംബത്തിനകത്ത് കയറ്റില്ല, കേട്ടോടി. അമ്മ പറയണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ കല്യാണത്തിന്റെ തിരക്കുകൾ കൊണ്ട് പറയാൻ പറ്റിയില്ല. അല്ലാതെ കരുതിക്കൂട്ടി ഞാൻ അമ്മയോട് മറച്ചു വെച്ചതൊന്നുമല്ല. സാരമില്ല മോളെ. അമ്മയുടെ മുമ്പിലൊന്നും ജയിക്കാൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞതാന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ സന്ധ്യ ആവുന്നതിന് മുൻപ് ഈ കൊലുസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി പ്രശ്നമാക്കാൻ അത് മതി. അമ്മ കാശ് തരാം, മോള് പോയി ഇതിനൊരു ജോഡി വാങ്ങിക്കും. നിന്നെ ആരും കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. മോള് പോയിട്ട് വാ. ചേട്ടാ, എന്താ സാർ വേണ്ടത്? എനിക്കിതിൻ്റെ ഒരു പേര് വേണമായിരുന്നു. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചാണെന്നൊന്ന് അറിയാൻ പറ്റുമോ? തന്നോളൂ. ഇത് ഇവിടത്തെ അല്ലല്ലോ സാർ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. ഇവിടുത്തെ ആഭരണങ്ങൾ എവിടെ കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. സാറിന് ഈ മോഡൽ വേറെ കൊലുസ് വേണമെങ്കിൽ ഇവിടെ നോക്കാം. അല്ല, എനിക്കിത് ഉണ്ടാക്കിയ കടയിൽ നിന്ന് തന്നെ മേടിക്കണം. വേറൊന്നുമല്ല, എനിക്ക് ഇത് മേടിച്ച ആളെ പറ്റി കുറച്ച് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയായിരുന്നു. ഈ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണെന്ന് ഉറപ്പുണ്ടോ? അതെ, ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ 2 ജ്വല്ലറി ഉള്ളൂ. ഒന്ന് ഇതും മറ്റേ തൊട്ടപ്പുറത്തുള്ളതും. അവരും വെള്ളി ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരാ. സാറൊന്ന് ചോദിച്ചു നോക്കും. എവിടെയാണത്? ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, വലിയ ഉപകാരം. ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഓ ശരി സാർ. ദാ ഒരെണ്ണം കളഞ്ഞു പോയതാ. ഇതിനൊരു പേര് തരാൻ പറ്റുമോ? നോക്കട്ടെ. ഈ മോഡൽ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോഴത്തേന് ചെറിയ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് തിരിച്ചറിയില്ല, സൂക്ഷിച്ചു നോക്കിയാലേ അറിയൂ. കുട്ടി ഒരു കാര്യം ചെയ്യും, പുതിയൊരു ജോഡി എടുത്തോളൂ. ഇത് ഞാൻ എടുത്തോളാം. സുഹൃത്തെ, ആ വെള്ളി കൊലുസൊന്ന് കാണിച്ചേ. ചെല്ലു. ഇത് മതി. ആയിക്കോട്ടെ. ഈ കൊലുസിന്റെ പൈസ വെച്ചിട്ട് ബാക്കി പേ ചെയ്താൽ മതി. ഇതെടുത്തോ. എത്രയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് പറയാമോ? ഇതാ മാഡം, ഇതാണ് എമൗണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മോനെ, മോനെ ഒരു ടിക്കറ്റ് എടുക്കാവോ മോനെ? അയ്യോ വേണ്ടമ്മേ. അങ്ങനെ പറയല്ലേ മോനെ.
ഇന്ന് ഒരു കച്ചവടവും നടന്നിട്ടില്ല. ഒരു ടിക്കറ്റ് എടുക്കുമോ മോനെ? എനിക്ക് ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ടാണ്. എക്സ്ക്യൂസ് മീ. പറയൂ സാർ. അതെ, ഈ കൊലുസ് ഇവിടുത്തെ നോക്കാമോ? ഞാൻ അപ്പുറത്തെ പള്ളിക്കടയിൽ കാണിച്ചു. അവരാ പറഞ്ഞത് ഇവിടുത്തെ ആകാൻ സാധ്യതയുണ്ടെന്ന്. ആ, ഇതിവിടുത്തെയാണ്. ഇതിൻ്റെ ജോഡി ഇവിടെ തന്നെ ഉണ്ട്. അതെങ്ങനെ? ഇതിൻ്റെ ജോഡി കിട്ടുമെന്നറിയാൻ ഒരു കുട്ടി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. ഈ പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ട് ഇതാ ഇപ്പോൾ ഇവിടുന്ന് പോയതേ ഉള്ളൂ. ചേട്ടാ, ഞാൻ അയാളെ അന്വേഷിച്ചാൽ വന്നേ. ആ കുട്ടി നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല. ഈ നാട്ടുകാരിയാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. വീണ്ടും കളിപ്പിച്ചല്ലേ. ഏതായാലും എൻ്റെ ജോഡി ഞാൻ ആ കടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. തൻ്റെ കാലുകളെ പൊതിഞ്ഞിരുന്ന ആ കൊലുസുകൾ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കട്ടെ. എത്ര തവണയായിട്ട് നമ്മൾ വിളിക്കുന്നു. ഇത്രയും കോള് കാണുമ്പോ ഒരു തവണയെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തൂടെ അവർക്ക്? നമ്മളെ വിളിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം അവർക്കറിയില്ലല്ലോ. അവര് ചിലപ്പോൾ തിരക്കിലായിരിക്കും. എന്നാലും പ്രോഗ്രാംസിനിടയിൽ നമ്മൾ എത്രയോ കോളുകൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഞാൻ കരുതിയത് ആ വിനയ മേഡത്തെ ലൈനിൽ കിട്ടിയ നമ്മൾ സംശയിക്കുന്ന ആള് തന്നെയാണോ ശ്യാമയുടെ മോളെന്ന് അറിയാൻ കഴിയുന്ന. ഈ ഞരമ്പിലൂടെ ഇപ്പം അവളുടെ രക്തം കൂടി ഒഴുകുന്നു. ഇനി മാറ്റമൊന്നുമില്ല. ഒരുപാട് തടസ്സങ്ങൾ താണ്ടി താണ്ടി ഞാനും എൻ്റെ മോളും ഇപ്പോൾ ഒരു മറയുടെ അപ്പുറം ഇപ്പുറോ. അങ്ങനെ പൂർണ്ണമായും പ്രതീക്ഷിക്കാൻ വരട്ടെ.
ഹോസ്പിറ്റലിലെ മാഡം പറഞ്ഞത് ആ കുട്ടി മാഡത്തിന്റെ അനിയത്തിയാന്നാ. ശ്യാമയുടെ മകളാണെങ്കിൽ അതെങ്ങനെ? അല്ല, ജന്മം മാത്രമല്ലല്ലോ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ മാഡമോ അവർക്ക് വേണ്ടപ്പെട്ടവർ അഭയം കൊടുത്തതായിരിക്കൂലേ, എടുത്തു വളർത്തിയതായിക്കൂടെ? അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ എളുപ്പമാ. എനിക്കെന്തോ ഇങ്ങനെ മനസ്സിലോരോന്ന് സങ്കല്പിച്ചു കൂട്ടിയിട്ട് അവസാനം എന്തെങ്കിലും ഒന്ന് വന്നാ ശ്യാമയ്ക്കത് താങ്ങാനാവില്ല എന്നുള്ള പേടിയാ. ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, അതിന്റെ അർത്ഥം ഞാൻ ഇതൊക്കെ താങ്ങൂന്നല്ലേ? ചേച്ചി നോക്കിക്കോ, അവളെ കണ്ണിറഞ്ഞ് കാണുന്നത് വരെ ഞാൻ ചാവില്ല. ഹോസ്പിറ്റലില് ആ കുട്ടി വന്നതും വിനയ മാഡത്തിന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞതും ഏതോ വഴിക്ക് ഐശ്വര്യ അറിഞ്ഞിട്ടുണ്ട്. അതാ എനിക്കൊരു പേടി. ചേച്ചി, നമുക്ക് ആരെങ്കിലും വിളിച്ചേ വിനയ മാഡത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് അറിയണം. എന്നിട്ട് ഇപ്പൊ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഈ കണ്ടീഷനിൽ യാത്ര ചെയ്യാനോ? അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. 4-5 ദിവസം കഴിയാതെ പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഞാൻ കൂടി നോക്കട്ടെ. ആരാ പ്രിയ അത്? ആരാന്നറിയില്ല മാഡം. കുറെ നേരമായിട്ട് ഈ കോള് വരുന്നുണ്ട്. മാഡത്തിന്റെ വല്ല ആരാധകരും ആയിരിക്കും. ഇങ്ങ് തന്നെ. കട്ടായല്ലോ. പിന്നെ നോക്കാം. മാഡം ഷോർട്ട് റെഡിയാണ്. ഷോർട്ടാണ്, അത് കട്ട് ചെയ്തേക്കും. ഓക്കെ മാഡം. എന്തായാലും നമുക്ക് ആ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടാം. ശ്യാമയാണെന്ന് അറിയുമ്പോ എന്തായാലും അവരെ തിരിച്ചു വിളിക്കാതിരിക്കില്ലല്ലോ. ചേച്ചി, എന്താ? ഞാൻ ഈ ആഗ്രഹമൊക്കെ പറയുന്നത് കേട്ടിട്ട് ചേച്ചിക്ക് എത്ര ഉറപ്പൊന്നുമില്ലല്ലേ? ഉറപ്പില്ലാത്തോണ്ടല്ല, സങ്കടങ്ങളും ദുരന്തങ്ങളും ഒക്കെ കണ്ടു ശീലിച്ചതുകൊണ്ടാ. സമാധാനായിട്ടിരിക്കെ. ആ മോൾ ഈ അമ്മയിൽ നിന്ന് അതിന് ഒരുപാട് ദൂരമൊന്നും പോവില്ല. എടാ ഗൗതം, നീ അത് വിട്ടുകളാ. കൊള്ളാനുള്ളത് എന്തായാലും കൊണ്ടു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടെന്താ? ഇതവളുടെ ഒറ്റയടിയാണോ? കുഴപ്പമില്ല. ഇതിപ്പോ നാട്ടുകാർ മേഞ്ഞില്ലേ? എന്റെ കള്ളും കുടിച്ചിരുന്നിട്ട് എന്നെ ചൊറിയണ്ട. അവളെ ഞാൻ വെറുതെ വിടുന്ന ഒരാളും വിചാരിക്കണ്ട. ആ വേലക്കാരി പെണ്ണിനെ എന്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ പേര് മാറ്റി വിളിച്ചോ. അവള് തിരുമേനിയുടെ വീട്ടിലെ വേലക്കാരിയാണെങ്കിലും ഒരു മുതല. അന്ന് നമ്മൾ അവളുടെ അനിയത്തിയെ പൊക്കാനെ വീട്ടിൽ പോയില്ലേ? അന്ന് ആ ടോർച്ചിന്റെ വെട്ടത്ത് ഞാനൊന്ന് കണ്ടതാ. നീ അവളുടെ കൈ കയറി പിടിച്ചതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. എടാ ഗൗതം, ഈ അമ്പലത്തിലെ പൂജാരിമാരൊക്കെ സ്വന്തം വീടിന് എന്തെങ്കിലും രക്ഷ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് അയാളുടെ മോളെ പൊക്കാൻ വേണ്ടി നമ്മളെല്ലാരും കൂടി പോയിട്ട് അത് പൊളിഞ്ഞു. ഒരു ദിവസം മുഴുവൻ നിനക്ക് കണ്ണു കണ്ടുകൂടാത്ത അവസ്ഥയായി. ഇപ്പതേ വേറൊരുത്തി കാരണം ദേഹം അനക്കാനും പറ്റുന്നില്ല. അവളോടൊക്കെ കളിക്കാതിരിക്കുന്നതാ നല്ലത്. ഒന്ന് പോടാ. അയാൾ എന്ത് രക്ഷ ചെയ്യാനാ? അതെനിക്കറിയണമല്ലോ. ഞാനിപ്പോ അവളെ ഒന്ന് കാണാൻ പോവും. ആരൊക്കെ എന്റെ കൂടെ വരും? ചുമ്മാ ആയിരിക്കും. നല്ല രാത്രിയായി.
അതിനിന്ന് ഈ ദേഹത്ത് വേദനയും വെച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങണമെങ്കിൽ അവളിന്ന് എൻ്റെ കൂടെ വേണം. അവളിന്ന് എൻ്റെ കൂടെ ഉറങ്ങും. അതാണ് എൻ്റെ തീരുമാനം. അളിയാ, നീ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് നിന്റെ കൂടെ കട്ടക്ക് നിൽക്കും. വരും കല്യാണം കഴിച്ച അവിടുന്നല്ലേ? അത് അവൻ്റെ കാര്യം, ഇത് എൻ്റെ കാര്യം. എന്ത് സംഭവിച്ചാലും നമ്മൾ ഇന്ന് രാത്രി അവളെ പൊക്കിയിരിക്കും.